ബേപ്പൂർ തുറമുഖത്തിൽ സാധ്യമായ വികസന പ്രവർത്തനങ്ങളെല്ലാം നടപ്പിലാക്കുമെന്ന് മന്ത്രി വി.എൻ. വാസവൻ. ഡ്രഡ്ജിംഗ് പുനരാരംഭിക്കാനുള്ള നടപടികൾ ആരംഭിക്കും. ബേപ്പൂരിന്റെ തന്നെ മുഖച്ഛായ മാറുന്ന രീതിയിലുള്ള വികസനമാണ് സർക്കാർ ലക്ഷ്യമെന്നും മന്ത്രി വി.എൻ. വാസവനും മുഹമ്മദ് റിയാസും ബേപ്പൂർ തുറമുഖം സന്ദർശിച്ചു. ബേപ്പൂർ തുറമുഖത്തിന്റെ സമഗ്രമായ വികസനം ലക്ഷ്യമാക്കിക്കൊണ്ടാണ് നവീകരണ പ്രവർത്തനം തുടരുന്നത്. ഡ്രഡ്ജിംഗ് ആരംഭിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും പരിസ്ഥിതി ആഘാത പഠനം നടത്തി റിപ്പോർട്ട് നൽകാൻ ഡൽഹി ആസ്ഥാനമായ കമ്പനിയെ ചുമതലപ്പെടുത്തിയതായും മന്ത്രി വി.എൻ. വാസവൻ പറഞ്ഞു. 6 മാസം കൊണ്ട് ഏജൻസി റിപ്പോർട്ട് സമർപ്പിക്കും. തുടർന്ന് കൃത്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. സ്വാഭാവികമായി അത് സംബന്ധിച്ചൊരു പഠനം നടത്തി അതിൻ്റെ റിപ്പോർട്ട് വെച്ചുകൊണ്ട് മാത്രമേ തുടർ ഡ്രഡ്ജിംഗ് നടത്താൻ പറ്റൂ. അതിനുവേണ്ടി കൃത്യമായി ഡൽഹി കേന്ദ്രീകരിച്ചുള്ള നീസിനെ ചുമതലപ്പെടുത്തി അവരിപ്പോൾ അതിൻ്റെ ആഘാത പഠനം നടത്തി 6 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് തരാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ആദ്യഘട്ടം 7 മീറ്റർ ആഴം കിട്ടുന്ന രീതിയിലുള്ള ഡ്രഡ്ജിങ്ങും അടുത്ത ഘട്ടം 10 മീറ്റർ ആഴം കിട്ടുന്ന രീതിയിലും നടത്തണമെന്നാണ് മാരിടൈം ബോർഡ് ഉദ്ദേശിക്കുന്നത്. സിൽക്കിന്റെ കൈവശമുള്ള ഭൂമി തിരിച്ചുവാങ്ങി തുറമുഖത്തിന്റെ വികസനത്തിനായി ആ ഭൂമി കൂടി ഉപയോഗപ്പെടുത്തുമെന്നും വ്യവസായ മന്ത്രിയുമായി ഇക്കാര്യം ചർച്ച ചെയ്യുമെന്നും വി.എൻ. വാസവൻ പറഞ്ഞു. നേരത്തെ പരിസ്ഥിതി ആഘാത പഠനം നടത്താതെ ഡ്രഡ്ജിംഗ് ആരംഭിച്ചതുകൊണ്ടാണ് പാതി വഴിയിൽ നിർത്തേണ്ടി വന്നത്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് പുതിയ തീരുമാനം. സ്ഥലം എം.എൽ.എയും മന്ത്രിയുമായ മുഹമ്മദ് റിയാസും വി.എൻ. വാസവനൊപ്പം ബേപ്പൂർ തുറമുഖം സന്ദർശിച്ചു. ബേപ്പൂരിന്റെ തന്നെ മുഖച്ഛായ മാറുന്ന രീതിയിലുള്ള വികസനമാണ് സർക്കാർ ലക്ഷ്യം. കൈരളി ന്യൂസ്, കോഴിക്കോട്.